വെൽക്കം ബാക്ക് ടു ദൻസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ഫേമസ് ആയിട്ടുള്ള കണ്ണൂരിലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് കണ്ണൂർ കോക്ടെയിൽ എന്നാണ് പറയുന്നത്. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. അപ്പോൾ കണ്ണൂർ കോക്ടെയിൽ എന്ന് പറയുമ്പോൾ തന്നെ കണ്ണൂരിൽ ഇത് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ക്യൂ നിന്നിട്ട് വാങ്ങിയിട്ട് കഴിക്കുന്നതാണ് ഈ ഒരു കണ്ണൂർ കോക്ടെയിൽ. അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ പല ഫേമസ് ആയിട്ടുള്ള റെസിപ്പികളും പല ഷോപ്പുകാരും കൊടുക്കാറില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സീക്രട്ട് പുറത്താകുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത് ഞാനൊരു വേറൊരു ചാനൽ നോക്കിയിട്ടാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയത്. വളരെയധികം ഇഷ്ടമായി, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാകും ഈ ഒരു റെസിപ്പി. അപ്പോൾ നമ്മൾ കണ്ണൂർ കോക്ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ഒരു ക്യാരറ്റാണ്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്യുക. ഇനി അത് കുക്കറിലിട്ടിട്ട് ഒരിത്തിരി വെള്ളം, അതായത് ഒരു 1/4 ഗ്ലാസോളം വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ച് കൊണ്ടുവരണം. അപ്പോൾ നമ്മളിത് ക്യാരറ്റ് വേവിച്ചത് ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ അത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തോടെയാണ് നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നെ എടുത്തത് നമ്മൾ കർമോസാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കപ്പക്ക എന്നാണ് പറയുന്നത്. നല്ലോണം പഴുത്ത കപ്പക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കർമൂസ് കുറച്ച് ചെറിയ അളവിൽ എടുത്തിട്ടുള്ളൂ. ക്യാരറ്റ് എടുക്കുന്നതിനേക്കാളും കുറച്ച് ചെറിയ അളവിലെടുക്കുക. അതായത് നമുക്കിപ്പോൾ ഈ ഒരു അധികം എടുത്തു കഴിഞ്ഞാൽ കർമൂസിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാരറ്റ് വേവിച്ച് ഒരിത്തിരി വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ കളഞ്ഞിട്ടില്ല, അത് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിക്കിൽ നിങ്ങൾക്ക് ക്യാരറ്റും ആ ഒരു കർമൂസും സെയിം അളവിലെടുക്കാം, അല്ലെങ്കിൽ കർമൂസ് കുറഞ്ഞ അളവിലെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വാനില ഐസ്ക്രീമാണ്. അപ്പോൾ ഒരു 2 സ്കൂപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തണുത്ത ഐസ്ക്രീമിനെ ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നല്ല തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അധികം തണുപ്പ് കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇത് കുറച്ച് പുറത്തെടുത്ത് വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടേനു. അപ്പോൾ അത് ഐസ്ക്രീം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ല തണുത്ത പാലിൻ്റെ കട്ടയാണ്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഇതെല്ലാം കൂടി നല്ല പേസ്റ്റ് പോലെ ഇത് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനൊരു 2 ഗ്ലാസിൻ്റെ അളവിനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരുപാട് അളവിൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽ സ്പെഷ്യൽ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇത്രയും സാധനങ്ങളാണ്. അതായത് നമ്മളെ കറുത്ത മുന്തിരി, അതുപോലെ അണ്ടിപ്പരിപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലേക്സ്. അപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് അളവിൽ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അരച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ കോൺഫ്ലേക്സും നമ്മളെടുത്ത് വെച്ച ഈ കറുത്ത മുന്തിരിയും അതുപോലെ അണ്ടിപ്പരിപ്പും ഒക്കെ മിക്സിയിൽ ആ ഒരു ഇതിലിട്ടിട്ട് തന്നെയാണ് ഞാനിത് ഒന്ന് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കപ്പിലേക്കൊക്കെ മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ആ ഒരു ഓൺ ദ സ്പോട്ട് തന്നെ നമ്മൾ കുടിക്കണം. അപ്പോഴാണ് ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതായത് നമ്മൾ കുറച്ച് സമയത്തേക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ കോൺഫ്ലേക്സൊക്കെ കുതിർന്നു പോകും. അപ്പോൾ ആ ഒരു ക്രഞ്ചിനെസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മളിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ലൂസാണ് ഞാൻ ഉണ്ടാക്കിയത്. നല്ല കട്ടി തന്നെ നിങ്ങൾ ഉണ്ടാക്കണം. കാരണം ഞാൻ ഐസ്ക്രീം കുറച്ച് തണുപ്പ് മാറ്റിയതിന് ശേഷം എടുത്തത്. അതുപോലെ പാലിൻ്റെ കട്ടയൊക്കെ അധികം ഞാനങ്ങ് കട്ടയാവാൻ വെച്ചിട്ടില്ല, തണുപ്പ് അധികം വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ നല്ലോണം തന്നെ തണുപ്പിൽ നല്ല കട്ടിയിൽ കുടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് പാലിൻ്റെ കട്ടയൊക്കെ നല്ലോണം കട്ട പോലെ ആക്കി വെച്ചിട്ട് അങ്ങനെ തണുപ്പിച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കറുത്ത മുന്തിരി അതുപോലെ കോൺഫ്ലേക്സ് ഞാൻ ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് നമ്മുടെ ഉറുമാമ്പഴം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ചേർക്കാം. അതും കടിക്കുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതും വേണമെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക്. അതുപോലെ ഈ നട്ട്സൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. പക്ഷേങ്കിൽ നമ്മളിതിൽ ചേർക്കുന്ന ചേരുവ എന്ന് പറയുന്നത് കോൺഫ്ലേക്സൊക്കെ മെയിനായിട്ടുള്ള സാധനമാണ്. അത് ചേർത്താലേ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ നോമ്പ് തുറ സമയത്തൊക്കെ ഇതുപോലെ ഒരു ഗ്ലാസ് കുടിച്ചാൽ മതിയാകും, നമ്മളെ വിശപ്പും ദാഹവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്